ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. സ്ത്രീകളുടെയും യുവാക്കളുടെയും കർഷകരുടെയും ദരിദ്രരുടെയും ശാക്തീകരണത്തിലൂടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന്റെ വേഗതയും വ്യാപ്തിയും ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. എൻഡിഎ സർക്കാരിന്റെ അടുത്ത ഭരണത്തിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അവഗണിക്കുകയാണെന്നും രാഷ്ട്രീയത്തിലെ സ്വജനപക്ഷപാതം രാജ്യത്തിനാകെ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ജനാധിപത്യത്തിന് അപകടകരമാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. കേരളത്തെ നിക്ഷേപ കേന്ദ്രമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം എന്നീ മേഖലകളിലെ ബജറ്റ് വിഹിതത്തിലും ശ്രദ്ധേയ വർധനയുണ്ട്. 2025 സംസ്ഥാനത്തെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ ഒരു ഗഡു ഏപ്രിലിലെ ശമ്പളത്തിൽ കൊടുക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടുകയും ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുകയും ചെയ്തു. കേരളം അപായകരമായ ധനസ്ഥിതിയിലേക്ക് കൂപ്പുകുത്തുമെന്ന സൂചനകളാണ് ബജറ്റിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയെ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്നതാണ് ബജറ്റെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ച നടക്കാത്ത കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് സംസ്ഥാന ബജറ്റിലെന്ന് കേന്ദ്ര സഹമന്ത്രി വി. മുരളീധരൻ കുറ്റപ്പെടുത്തി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും നികുതി പിരിവ് ഊർജിതമാക്കാനും കടം കുറയ്ക്കാനും എന്തു ചെയ്യുമെന്നത് യാഥാർത്ഥ്യത്തോടുകൂടി അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും ശ്രീ മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു. ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന തരത്തിൽ അന്വിറ്റി എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സമയബന്ധിതമായി നൽകും. അംഗനവാടി ജീവനക്കാർക്കുള്ള പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. 10.5 കോടി തൊഴിൽ ദിനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നൽകും. PM ആവാസ് യോജനയ്ക്കുള്ള സംസ്ഥാന വിഹിതവും ലൈഫ് പദ്ധതിക്കുള്ള തുകയും ബജറ്റിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിക്കുന്നതിനെതിരെ കർശന നിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. റാലികൾ, മുദ്രാവാക്യ പ്രകടനങ്ങൾ, പോസ്റ്ററുകൾ, ലഘുരേഖകൾ എന്നിവയുടെ വിതരണം തുടങ്ങി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി. കുട്ടികളെ കയ്യിൽ പിടിക്കുക, വാഹനങ്ങളിൽ കൊണ്ടുപോവുക, റാലികളിൽ പങ്കെടുപ്പിക്കുക തുടങ്ങി ഒരുതരം പ്രചാരണ നടപടികൾക്കും രാഷ്ട്രീയ നേതാക്കളോ സ്ഥാനാർത്ഥികളോ അവരെ ഉപയോഗിക്കരുതെന്നും കമ്മീഷൻ അറിയിച്ചു. തിരുവനന്തപുരം പൂജപ്പുര LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമണിൽ പുതുതായി നിർമ്മിച്ച അഡീഷണൽ ഹോസ്റ്റൽ ബ്ലോക്കിന്റെയും സ്കിൽ സെന്ററിന്റെയും ഉദ്ഘാടനം നാളെ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. പുതുതായി 150 വിദ്യാർത്ഥികൾക്ക് കൂടി ക്യാമ്പസിൽ താമസ സൌകര്യം ലഭ്യമാക്കുന്നതാണ് അഡീഷണൽ ഹോസ്റ്റൽ ബ്ലോക്ക്. രാജ്യത്തെ പ്രത്യേക ദുർബല ഗോത്രവിഭാഗങ്ങളുടെ സമഗ്ര വികസനത്തിനും സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനുമായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ബിശേശ്വർ ടുഡു ലോക്സഭയിൽ അറിയിച്ചു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ഈ വിഭാഗങ്ങൾക്കായി 5% സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. നാഷണൽ ഫെലോഷിപ്പ്, ST വിദ്യാർത്ഥികൾക്കുള്ള നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് എന്നിവയിൽ പ്രത്യേക ദുർബല ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് നിശ്ചിത സീറ്റ് അനുവദിച്ചിട്ടുണ്ടെന്നും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നു. ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. 81 അംഗ സഭയിലെ 47 MLAമാരുടെ പിന്തുണയോടെയാണ് ചമ്പൈ സോറൻ വിശ്വാസ വോട്ടെടുപ്പിൽ ജയിച്ചത്. അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്നാണ് ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവേഷണ മേഖലയിലെ ചെലവിനെ നിക്ഷേപമായാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്നും ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭട്നഗർ അവാർഡ് ജേതാക്കളായ കേരളീയരെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ കക്ഷികൾക്കും സ്വതന്ത്രർക്കുമുള്ള ചിഹ്നങ്ങൾ പുതുക്കി അനുവദിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. വിജ്ഞാപനം കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 106 റൺസിന്റെ ജയം. ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ സ്പിൻ ബൌളർ രവിചന്ദ്രൻ അശ്വിനും സീമർ ജസ്പ്രീത് ബുംറയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 399 റൺസിന്റെ ലീഡ് നേടിയിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.